ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ സംഘടനയായ അമ്മ സംഘടന ഇപ്പോൾ ഒരുപാട് ചേരിതിരിവിൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സംഘടന പഴയകാല അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരുപാട് വൃദ്ധരായ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് സിനിമ നായകന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സഹായിക്കുക എന്നതിൻ്റെ പേര് തുടങ്ങിയ ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്, മലയാള സിനിമയുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ മാസം അവർക്കൊരു കൈനീട്ടവും അവർക്കൊരു പെൻഷൻ എന്നോണൊക്കെ ഇങ്ങനെ ക്യാഷൊക്കെ ഉണ്ട്, 5000 രൂപ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ചെറിയൊരു ഹെൽപ്പാണ്. വലിയൊരു ഹെൽപ്പ് ഇല്ലെങ്കിൽ കൂടി ചെറിയൊരു രീതിയിൽ ഹെൽപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മലയാള സിനിമയിൽ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ വാങ്ങുന്ന താരങ്ങളുണ്ട്, ലക്ഷങ്ങൾ വാങ്ങുക ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റഡ് ഉള്ളു. അതായത് ഒരു ഏകദേശം ഇപ്പോൾ ഒരു 500 മെമ്പേഴ്സ് ആ ഒരു സംഘടനയിലുണ്ടെങ്കിൽ ഏകദേശം ഒരു 70, 80, 90, 100 കൂട്ടാം. ഇതിൻ്റെ അടുത്തുള്ളൂ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്രയും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ വലിയ താരങ്ങൾ കോടികളൊക്കെ ഉണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ തുച്ഛമായ നമ്മുടെ സാധാരണക്കാരെ പോലെ ചെറിയ ആ റോളിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു വലിയൊരു സഹായമാണ് ഈ സംഘടന. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് ഈ അമ്മായിമ്മ പോരെന്ന പോലെ ഈ കുറേ 1, 2 സിനിമയിൽ അഭിനയിച്ച നായകന്മാരൊക്കെ ചേർന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മുതിർന്ന താരങ്ങളായ മമ്മൂക്കും ലാലേട്ടനും സുരേഷ് ഗോപി ഇവർക്കൊക്കെ ഒരു നാണക്കേട്. അതുകൊണ്ടാണ് അവരിതിലൊന്നും സംസാരിക്കാതെ ഇങ്ങനെ മൗനം. അവരൊരു തമാശ രൂപേണ മമ്മൂക്കി അടുത്തൊക്കെ പറഞ്ഞു അതൊക്കെ മാറും, അത് ചെറിയ കാര്യം, സംഭവം ശരിയാണ്. കാരണം അതൊരു ചെറിയ കാര്യം, കാരണം ഒരു ചെറിയ കാര്യത്തെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്ന ഈ ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഇപ്പോൾ അവരൊക്കെ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോയണം, വലിയ നല്ല കാര്യം. കാരണം അവരൊക്കെ ഇനി തിരിച്ച് സംഘടനയിലോട്ട് തിരിച്ചെടുക്കരുതാണ് എൻ്റെ ഒരു പേഴ്സ്. കാരണം അങ്ങനെയുള്ളവരൊക്കെ പുകച്ച് പുറത്ത് ചാടി. കാരണം ഒരുപാട് നല്ല ആളുകളെ ആവുന്ന കാലത്തൊക്കെ അവർ പുറത്താക്കി, പക്ഷെ ഇങ്ങനെയുള്ളവരെ പുറത്താക്കാൻ കുറച്ച് മടി കാണിച്ചു. പക്ഷേ ഈ ടൈമിൽ സ്വയം പുറത്തു പോയി. എന്തായാലും നല്ല തീരുമാനം. അപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് തിലകൻ ചേട്ടനെ അമ്മ സംഘടന പുറത്താക്കിയിരുന്നു, പൃഥ്വിരാജിനെ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പുറത്താക്കി. അപ്പോൾ അന്നൊക്കെ ഒരു ശരിക്കും പുറത്താക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ കൂടി അന്ന് പുറത്താക്കി. ഇപ്പോൾ പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിട്ടും പുറത്താക്കുന്ന കുറേ സാഹചര്യം കുറവാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സംഘടനയുടെ ഒരു മോശം തന്നെ. കാരണം സംഘടനയിൽ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാത്തതിന് ഇപ്പോൾ അതിൻ്റെ അഡ്ഹോക് കമ്മിറ്റി വന്നിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ സാന്നിധ്യത്തിലാണ്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു ഒരു 4-5 മാസത്തിനുള്ള ഒരു താൽക്കാലിക കമ്മിറ്റി. അതിനുശേഷം അവർ തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതൊക്കെ അവർ തീരുമാനിക്കുന്ന പറഞ്ഞു. എന്തായാലും നല്ല ഇതായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോൾ ദിലീപ് നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് അറസ്റ്റിലായത്. പിന്നീട് ഇപ്പോൾ അതിൻ്റെ വിധി വന്നു, ദിലീപ് കുറ്റക്കാരനല്ലാന്ന് ഹൈക്കോടതി വിധി വന്നു. കാരണം നമുക്കൊക്കെ അറിയാം, ദിലീപിൻ്റെ സിനിമകളൊക്കെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമ വരുമ്പോൾ ഒരുപാട് തിയേറ്ററിലൊക്കെ ജനം ഫാമിലിയൊക്കെ കുത്തി ഒഴുകുന്നു. പക്ഷേ ഈ ഒരു നടി ഇഷ്യൂ വന്നതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രേക്ഷകൻ ഇങ്ങനെ കാണാതെ മാറിപ്പോയി. പക്ഷെ അദ്ദേഹം ആ സിനിമ സംഘടന അമ്മ എന്ന സംഘടന ഒരുപാട് ഉയർത്തി കൊണ്ടുവന്നൊരു താരമാണ്. ഒരുപാട് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത അമ്മ സംഘടനയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന സിനിമയാണ് 2020. അത് ഇന്നത്തെ ഒരു പ്രൊഡ്യൂസർമാർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. 1-2 താരങ്ങളെ വെച്ച് സിനിമ ബുദ്ധിമുട്ടായി കൊണ്ടുപോകുന്ന ആളുകൾക്ക്, പ്രൊഡ്യൂസർമാർക്ക് ഇത്രത്തോളം ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൂട്ടി പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. അത് ദിലീപിന് മാത്രം കഴിഞ്ഞു. അത് ഇനി ദിലീപിന് തന്നെ കഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഓരോരുത്തരെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ മിങ്കിൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു സംഭവം. ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് അതൊക്കെ മാറിയത്. വീണ്ടും ഈ അമ്മ സംഘടന ദിലീപ് ഏറ്റെടുക്കുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതൊരു ചില ആളുകൾക്ക് അതിന് എതിർപ്പുണ്ടാവും, പക്ഷെ എൻ്റെ ഒരു പേഴ്സണലി പറയാം. കാരണം ദിലീപിനൊക്കെ ഒരു സംഘടനാപരമായിട്ട് അതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ പുള്ളിയെ പുറത്താക്കുക, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലുള്ള അങ്ങനെ ആരാണോ കുറ്റാരോപിതൻ എന്നുള്ള ആളെ പുറത്താക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ പുള്ളി അതിന് മുമ്പേ അദ്ദേഹം ആ സംഘടന രാജിവെച്ച് പോയ ഒരാളാണ്.
പിന്നീട് ഇത് പ്രശ്നമല്ല എന്ന് അറിഞ്ഞപ്പോൾ കോടതി വിധി വന്നപ്പോൾ തിരിച്ചെടുക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ആ സംഘടനയോട്ടില്ല എന്ന് പറഞ്ഞ് മാറുന്ന ഒരാളാണ്. പുള്ളിക്ക് ഇനിയും വരാം. ഒരുപാട് ആളുകൾ അങ്ങനെ തിരിച്ചു വന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തകാരം അദ്ദേഹത്തിന് മനം മടുത്തു പോകാനും അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിന് അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക മാനസികമായിട്ടൊരു ഇതുണ്ടായി. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ നിന്നൊക്കെ ഒരുപാട് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തൽ വന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മാനസിക വിഷമം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇനിയും മിക്കവാറും വരില്ല എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പക്ഷെ അദ്ദേഹം വന്നാൽ ഈ കളിക്കുന്ന ഈ എന്താണ് ഈ ഇറാൻ മൂളികൾക്കൊക്കെ ഒരു തിരിച്ചടിയാവും എന്നുള്ളതിൽ 100%. കാരണം പുള്ളിയുടെ കയ്യിലൊന്നും ഈ കളികൾ നടക്കൂല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. പുള്ളി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരാൾ. അതുകൊണ്ടാണ് പല ആളുകളും പഴയ കാലത്ത് ഇപ്പോൾ തിലകൻ ചേട്ടനൊക്കെ അമ്മ വിലക്ക് തന്നെ ദിലീപിൻ്റെ ഒരൊറ്റ തീരുമാനത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയാൻ ദിലീപ് എന്തുകൊണ്ടും ഒരു എന്താ പറയുക ഒരു ഉദാഹരണമാണ്. എന്തായാലും വീണ്ടും ദിലീപ് അമ്മയിൽ തിരിച്ചു വന്നാൽ ഒരു നേതൃസ്ഥാനം വഹിച്ചാൽ അത് നല്ല തീരുമാനമാവുന്നു ഞാൻ പറയുന്നു. അത് എതിർക്കുന്നവർ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്തായാലും എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചാലും വിയോജിച്ചാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. ഓക്കെ, ഇത്രേ ഉള്ളൂ.